നമസ്കാരം. കേരളക്കര ഇനി പോളിംഗ് ബൂത്തിലേക്ക്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായ അന്തിമ വോട്ടർ പട്ടിക ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 9 നടക്കാനിരിക്കുന്ന വോട്ടെടുപ്പിന് മുന്നോടിയായി വോട്ടർമാർക്ക് തങ്ങളുടെ പേരും വിവരങ്ങളും കൃത്യമാണോ എന്ന് പരിശോധിക്കാൻ ഇപ്പോൾ അവസരമുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കറാണ് ഏറെ കാത്തിരുന്ന ഈ വോട്ടർ പട്ടിക ഔദ്യോഗികമായി പുറത്തിറക്കിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അത്യാധുനികമായ ഓൺലൈൻ സംവിധാനങ്ങൾ വഴി വിരൽത്തുമ്പിൽ തന്നെ വോട്ടർമാർക്ക് പട്ടിക പരിശോധിക്കാം. ഔദ്യോഗിക വെബ്സൈറ്റായ www.ceo.kerala.gov.in സന്ദർശിച്ചാൽ നിങ്ങളുടെ പേര് പട്ടികയിലുണ്ടോ എന്ന് നിമിഷങ്ങൾക്കകം ഉറപ്പുവരുത്താം. സാങ്കേതിക വിദ്യകൾക്കൊപ്പം തന്നെ സാധാരണക്കാർക്കായി വില്ലേജ് ഓഫീസുകളിലും താലൂക്ക് ഓഫീസുകളിലും പട്ടിക നേരിട്ട് പരിശോധിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഓരോ പ്രദേശത്തെയും ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ കൈവശവും വോട്ടർ പട്ടിക ലഭ്യമാണ്. വോട്ടെടുപ്പ് ദിവസം വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ ഉണ്ടാകാനിടയുള്ള ചെറിയ പിശകുകൾ പോലും ഒഴിവാക്കാൻ വോട്ടർമാർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം. കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി ആര് നയിക്കണമെന്ന് തീരുമാനിക്കുന്ന നിർണായക ദിനത്തിലേക്ക് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പൗരന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ കരുത്താണ് അവന്റെ വോട്ട്. എന്നാൽ ആ വോട്ട് കൃത്യമായി രേഖപ്പെടുത്തണമെങ്കിൽ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മുൻകാലങ്ങളിൽ വോട്ടെടുപ്പ് ദിവസം ബൂത്തിലെത്തുമ്പോൾ പേര് വെട്ടിപ്പോയതും വിവരങ്ങൾ മാറ്റം വന്നതും കാരണം വോട്ട് ചെയ്യാൻ കഴിയാതെ നിരാശരായി മടങ്ങേണ്ടി വന്ന നിരവധി പേരുണ്ട്. അത്തരമൊരു സാഹചര്യം ഇത്തവണ ആർക്കും ഉണ്ടാകരുതെന്ന ലക്ഷ്യത്തോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ നേരത്തെ തന്നെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പുതുതായി വോട്ട് ചേർത്ത യുവ വോട്ടർമാരും വിലാസത്തിൽ മാറ്റം വരുത്തിയവരും ഈ പട്ടിക കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. വോട്ടർ ID കാർഡ് കയ്യിലുണ്ടായിട്ടും പട്ടികയിൽ പേരില്ലാത്തതിന്റെ പേരിൽ വോട്ട് നിഷേധിക്കപ്പെടുന്ന അവസ്ഥ ഒഴിവാക്കാൻ ഇന്ന് തന്നെ പരിശോധന നടത്തുക. വോട്ടർ പട്ടിക പരിശോധന ഇപ്പോൾ അതീവ ലളിതമാണ്. ഇതിനായി താഴെ പറയുന്ന വഴികൾ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. ഔദ്യോഗിക വെബ്സൈറ്റ് www.ceo.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറി സെർച്ച് ഇൻ വോട്ടർ ലിസ്റ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങളുടെ വോട്ടർ ID നമ്പറോ അല്ലെങ്കിൽ പേരോ വയസ്സ് മണ്ഡലം തുടങ്ങിയ വിവരങ്ങളോ നൽകിയാൽ നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ബൂത്ത് വിവരങ്ങളും ക്രമനമ്പരും സ്ക്രീനിൽ തെളിയും. കൂടാതെ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പ് വഴി യാത്രക്കിടയിലും നിങ്ങൾക്ക് പരിശോധന നടത്താം. BLO സേവനം, നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ബൂത്ത് ലെവൽ ഓഫീസറെ നേരിട്ട് കണ്ടും പട്ടികയിൽ പേരുണ്ടെന്ന് ഉറപ്പിക്കാം. പുതിയ വോട്ടർമാരുടെ സ്ലിപ്പുകൾ വിതരണം ചെയ്യുന്ന ചുമതലയും ഇവർക്കാണ്. വില്ലേജ്, താലൂക്ക് ഓഫീസുകളിൽ അന്തിമ പട്ടിക പൊതുജനങ്ങൾക്ക് പരിശോധിക്കാനായും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഏപ്രിൽ 9 നടക്കുന്ന വോട്ടെടുപ്പിനായി സംസ്ഥാനം സർവ്വസജ്ജമായി കഴിഞ്ഞു. 30,471 പോളിംഗ് സ്റ്റേഷനുകളാണ് വോട്ടർമാരെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്നത്. മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായ വർധനവ് കണക്കിലെടുത്ത് കൂടുതൽ അനുബന്ധ ബൂത്തുകളും ഇത്തവണ സജ്ജമായി. മാർച്ച് 15 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നത് മുതൽ തുടങ്ങിയ ഒരുക്കങ്ങൾ ഇപ്പോൾ അതിന്റെ അന്തിമ ഘട്ടത്തിലാണ്. ഓരോ ബൂത്തിലും ആവശ്യമായ സുരക്ഷയും വോട്ടർമാർക്ക് തടസ്സമില്ലാതെ വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥർ രാപ്പകൽ അധ്വാനിക്കുകയാണ്. വേനൽച്ചൂട് കണക്കിലെടുത്ത് പോളിംഗ് ബൂത്തുകളിൽ കുടിവെള്ളം, തണൽ, മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേക ക്യൂ തുടങ്ങിയ സൗകര്യങ്ങളും ഇത്തവണ ഉറപ്പാക്കും. കേരളത്തിന്റെ വിധി മാറ്റിക്കുറിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന തീയതികൾ ഒരിക്കൽ കൂടി ഓർക്കാം. വോട്ടെടുപ്പ് ദിവസം ഏപ്രിൽ 9 ബുധനാണ്. കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ഒരേ ഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുക. വോട്ടെണ്ണൽ മെയ് 4 തിങ്കളാണ്. വോട്ടെടുപ്പിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ അതീവ സുരക്ഷയിൽ സ്ട്രോങ് റൂമിലേക്ക് മാറ്റും. മെയ് 4 രാവിലെ മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കുകയും ഉച്ചയോടെ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചിത്രം വ്യക്തമാവുകയും ചെയ്യും. ജനാധിപത്യത്തിന്റെ കരുത്ത് ഓരോ വോട്ടിലുമാണ്. അത് നിങ്ങളുടെ അവകാശം മാത്രമല്ല, വരും തലമുറയോടുള്ള കടമ കൂടിയാണ്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും താലൂക്ക് ഓഫീസുകളിൽ നിന്ന് പട്ടിക കൈപ്പറ്റാമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇത് വോട്ടർമാരെ സഹായിക്കാനും ബൂത്തുകളിൽ കൃത്യമായ ഏകോപനം നടത്താനും രാഷ്ട്രീയ പാർട്ടികൾക്ക് സഹായകമാകും. ഏപ്രിൽ 9 ആവേശകരമായ പോരാട്ടത്തിനു ശേഷം മെയ് 4 കേരളത്തിന്റെ വിധി പ്രഖ്യാപിക്കുന്ന വോട്ടെണ്ണൽ നടക്കുക. ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. ഓരോ വോട്ടും കേരളത്തിന്റെ ഭാവിയാണ്. അതിനാൽ വോട്ടർ പട്ടികയിൽ പേരുണ്ട് എന്ന് ഉറപ്പുവരുത്തി ഏപ്രിൽ 9 ആവേശത്തോടെ നമുക്ക് പോളിംഗ് ബൂത്തുകളിലേക്ക് നീങ്ങാം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.